السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെയേറെ പ്രാധാന്യമുള്ള, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് തന്നെയാണെങ്കിലും ഇനിയും ആവർത്തിക്കപ്പെടേണ്ടതും ഉണർത്തപ്പെടേണ്ടതുമായ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ വർഷവും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷവും കേരളത്തിലുണ്ടായ, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഭൗതികമായ സാഹചര്യങ്ങളിലുണ്ടായ ചില മാറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരീക്ഷണമെന്ന നിലക്ക് നമുക്ക് നൽകിയിട്ടുള്ള ചില കാര്യങ്ങൾ, അതിനെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരാണ്. നേരിട്ടോ അല്ലാതെയോ അതിന്റെ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നവരാണ് ഏറെക്കുറെ കേരളത്തിലുള്ള ആളുകളൊക്കെ തന്നെയും. ഈ സന്ദർഭത്തിൽ അല്പം മാറി നിന്ന് ഈ സംഭവവികാസങ്ങൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിരീക്ഷിക്കുന്ന ഒരാൾ, വിശ്വാസി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ശരാശരി മുസ്ലിം, അയാളുടെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഈ പരീക്ഷണങ്ങൾ ഏതു തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉളവാക്കിയത് എന്നത് അല്പം ഒന്ന് മാറി നിന്ന് നിരീക്ഷിക്കേണ്ടതുണ്ട്. അതല്പം വേദനിപ്പിക്കുന്നതും ഞെട്ടലുണ്ടാക്കുന്നതുമായ കാര്യമാണ്. പറയാതിരിക്കാൻ നിർവാഹമില്ല. പലപ്പോഴും അറിയാം, എല്ലാവർക്കും അറിയാം, നമ്മൾ ഒറ്റക്കെട്ടായി ഇതിനെ തടുക്കും, പ്രതിരോധിക്കും, അതിജീവിക്കും എന്നൊക്കെ പല പ്രസ്താവനകളും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു, അത് ഇവിടെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ പറയുന്നതിന്റെ അർത്ഥം പറയുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകൾക്കോ കേൾക്കാൻ രസമുള്ളൊരു വാചകം അത്ര മാത്രമേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരീക്ഷണം നമുക്ക് ഇറക്കുകയാണെങ്കിൽ ആ പരീക്ഷണത്തെ ഒറ്റക്കെട്ടായി നമുക്കങ്ങ് എതിർത്ത് തോൽപ്പിക്കാം, അതിജയിക്കാം എന്നാണോ കരുതുന്നത്? അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എങ്കിൽ അത് സാധ്യമല്ല. അത് സാധ്യമല്ല എന്നതിന് ഞാൻ തെളിവ് നിരത്തേണ്ടതില്ല. സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാളും അത് അംഗീകരിക്കാൻ കഴിയും. അതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
ഇതിനെ നമുക്ക് അതിജയിക്കാൻ സാധിക്കും. ഏതു വിധത്തിൽ? ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ മുൻകരുതലുകൾ നമ്മൾ കൈകൊള്ളേണ്ടതുണ്ടോ അതെല്ലാം ആ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് പ്രതിരോധിക്കാം എന്നാണെങ്കിൽ അവിടെ രണ്ട് രൂപത്തിൽ നമ്മൾ കൈക്കൊള്ളുന്ന മുൻകരുതലുകൾ ഒന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള മുൻകരുതലുകളല്ല എന്നതാണ് സത്യം. അങ്ങനെയുള്ള മുൻകരുതലുകൾ വല്ലാതെയൊന്നും നമുക്ക് കൈക്കൊള്ളാൻ സാധിക്കുകയില്ല എന്നതും സത്യം. അത് വേറൊരു കാര്യം. ഇനി അതല്ല, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറെ കൂടി സത്യസന്ധമായ ഒരു നിലപാടാണ്. അഥവാ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു മനുഷ്യന് നൽകുന്നത് മനുഷ്യൻ അവന്റെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം, ഒരു തിരിഞ്ഞുനോട്ടം നടത്തുന്നതിനും പിഴച്ചുപോയ അവനെ ശരിയായ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് നൽകുന്ന സന്ദേശമാണ്. അതുകൊണ്ട് തന്നെ തെറ്റുകൾ തിരുത്തി നേർവഴിയിലേക്ക് ഞാൻ തിരിച്ചു വരണം എന്നർത്ഥത്തിൽ ഈ പറയുന്ന ആളുകളും കേൾക്കുന്ന ആളുകളും അതെടുക്കാൻ സാധ്യതയില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു ശരാശരി മുസ്ലിം അങ്ങനെ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. നമ്മളിതിനെ പ്രതിരോധിക്കും. അഥവാ അള്ളാന്റെ പരീക്ഷണം വരാതിരിക്കുന്നതിന് ആവശ്യമായ രൂപത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തും. അള്ളാഹുവിന്റെ കോപത്തിനും അതുപോലെ തന്നെ അള്ളാന്റെ പരീക്ഷണത്തിനും കാരണമാകുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കും. അള്ളാന്റെ തൃപ്തി, അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്നാണ് അതുകൊണ്ട് ചില മുസ്ലിങ്ങളെങ്കിലും മനസ്സിലാക്കുന്നത്. അതൊരു ആശാവഹമായ കാര്യമാണ്. ഈ ലളിതമായ ഈ പോയിന്റിൽ നിന്നാണ് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രസ്താവന ഇറക്കിയ ആളുകൾ ഈ ഉദ്ദേശത്തിലൊന്നുമല്ല എന്ന് എനിക്കറിയാത്തത് കൊണ്ടല്ല, അത് ഈ ഉദ്ദേശത്തിലൊന്നുമല്ല പറയുന്നത്, വേറെ ലക്ഷ്യമാണ്. ഓക്കെ. പക്ഷേ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളെ ഇനി നമുക്ക് ഒറ്റക്കെട്ടായി നേരിടാം, അതിജയിക്കാം എന്ന് പറയുമ്പോൾ അതിനെ വളരെ പോസിറ്റീവായിട്ട് ഒരു ശരാശരി വിശ്വാസി കരുതുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ തന്നെയാണ് ഇതിനു കാരണം. അതുകൊണ്ട് തന്നെ ആ തെറ്റുകൾ തിരുത്തി ഇനി ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ വരാതിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കും എന്നാണെങ്കിൽ അത്തരം ശരാശരി മുസ്ലിംകളുടെ പ്രതികരണം വളരെ വേദനിപ്പിക്കുന്നതാണ് എന്നാണ് ഞാൻ പറയുന്നത്. അവര് തിരുത്തിയതെന്ത്? അവരുടെ ജീവിതത്തിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തു വന്നതെന്ത്? അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തെറ്റായ കാര്യങ്ങൾ തിരുത്തിയതും ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്തതുമായ കാര്യങ്ങൾ എന്ത്? ഇത് പരിശോധിക്കുമ്പോൾ അവിടെയാണ് ഒരു ചെറിയ വേദന, ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ അത് നമുക്ക് നൽകുന്നത് അവിടെയാണ്. ഒന്നും തിരുത്തപ്പെടേണ്ടതായ ഒന്നും തിരുത്തിയിട്ടില്ല. ഒരു ശരാശരി മുസ്ലിമിന്റെ ജീവിതത്തിൽ വിശ്വാസപരവും ആരാധനാപരവും അതുപോലെ തന്നെ സാംസ്കാരിക വിശേഷപരമായ കാര്യങ്ങളും സാമൂഹ്യമായ കാര്യങ്ങളിലുമൊക്കെ ഒരുപാട് പാളിച്ചകളുണ്ട്. അവയുടേതായ ഒരു മുൻഗണനാക്രമമുണ്ട് താനും. ആദ്യം വിശ്വാസപരമായ കാര്യങ്ങൾ, ആരാധനാപരമായ കാര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങി കുറേയധികം കാര്യങ്ങൾ, പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതിന് അവക്ക് ഒന്നാം സ്ഥാനം നൽകുകയും അതിനുശേഷം പ്രാധാന്യമുള്ളവക്ക് മാത്രം അതിനുശേഷം പ്രാധാന്യം നൽകുകയും ചെയ്തുകൊണ്ട് തിരുത്തിപ്പോരേണ്ട കാര്യങ്ങൾ. അങ്ങനെ ഒരാളും കേരളത്തിൽ ഒരുപാട് മതസംഘടനകളുണ്ട്, ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അവർക്കൊക്കെ പള്ളികളും അതുപോലെ തന്നെ ആരാധനാലയങ്ങളും അതുപോലെ തന്നെ പ്രബോധന വേദികളുമുണ്ട്. ഈ ആരാധനാലയങ്ങളിലോ പ്രബോധന വേദികളിൽ നിന്നോ മുഴങ്ങിക്കേൾക്കുന്ന ഒരു ശബ്ദത്തിൽ പോലും ഇന്ന കാര്യങ്ങളാണ് നമ്മൾ തിരുത്തേണ്ടിയിരുന്നത്, അതിലേറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങൾ, ഗൗരവമുള്ള കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞ് തിരുത്തപ്പെടേണ്ടതായ കാര്യങ്ങൾ സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന ഒരു ശബ്ദവും ഇന്നവരെ കേട്ടിട്ടില്ല. രണ്ടാമത്തേത്, നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയ കാര്യങ്ങൾ ഇന്നതൊക്കെയാണ്.
അതിനാൽ ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അതിലും മുൻഗണനാക്രമമനുസരിച്ച് ഇന്ന ഇന്ന കാര്യങ്ങൾ അടിയന്തിരമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം, പിന്നെ ഇന്ന ഇന്ന കാര്യങ്ങൾ വേണം, പിന്നെ ഇന്ന ഇന്ന കാര്യങ്ങൾ വേണം. ആ തരത്തിലുള്ള ഒരു ബോധവൽക്കരണമോ പ്രബോധനമോ ഒരു സ്വരമോ എവിടെയും കേട്ടിട്ടില്ല. പിന്നുണ്ടായ മാറ്റങ്ങൾ എന്താണ്? മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും അവരുടെ മതവും അവരുടെ വിശ്വാസവും അവരെക്കുറിച്ചും ഈ പ്രപഞ്ചത്തെക്കുറിച്ചും അവരെ സൃഷ്ടിച്ച സൃഷ്ടാവിനെക്കുറിച്ചും അവർ വിശ്വസിക്കേണ്ടുന്ന വിശ്വാസ പ്രമാണങ്ങളും വീക്ഷണങ്ങളും അതെല്ലാം അങ്ങ് മറന്ന് മാറ്റിവെച്ച് നിങ്ങൾ ഒന്നായിക്കോളൂ. അതിനൊരു പക്ഷേ പറയാ സഹിഷ്ണുതാന്നോ അല്ലെങ്കിൽ സൗഹാർദ്ദമെന്നോ സാമൂഹ്യ സൗഹാർദ്ദമെന്നോ ഒക്കെ പറയുമായിരിക്കും. സാമൂഹ്യമായ സൗഹാർദ്ദം, അതുപോലെ തന്നെ ഒരു മനുഷ്യൻ സഹജീവിയെ, അവന് ഏതൊരു മതത്തിൽപ്പെട്ടവനാകട്ടെ, ഒരു സഹജീവിയോട് കാണിക്കേണ്ടതായ, സഹജീവിയോട് ചെയ്തു തീർക്കേണ്ടതായ കടമകളുണ്ട്. അതിൽ യാതൊരു സംശയമല്ല, അതൊക്കെ ചെയ്തു തീർക്കേണ്ടത് തന്നെ. ഇനി സഹജീവിയോട് മാത്രമല്ല, മറ്റു ജീവികളോടും, മൃഗങ്ങൾ, അതുപോലെ തന്നെ പക്ഷികൾ, അതുപോലെയുള്ള ഇതര ജീവികൾ, ഈ ജീവികളോട് പോലും മനുഷ്യൻ കാരുണ്യത്തോടുകൂടി വർത്തിക്കേണ്ടുന്നതിന്റെ അനിവാര്യത ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. അതും ചെയ്തു തീർക്കേണ്ടതു തന്നെ. പക്ഷേ അവിടെയൊക്കെ ചില അതിർവരമ്പുകളൊക്കെ ഉണ്ട്. അതിർവരമ്പുകളെല്ലാം അത് തട്ടിമാറ്റി യാതൊരു വ്യത്യാസവുമില്ലാതെ വിശ്വാസത്തിന്റെയോ അല്ലെങ്കിൽ ആരാധനയുടെയോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ആദർശത്തിന്റെയോ യാതൊരു അതിർവരമ്പില്ലാതെ അതൊക്കെ നിങ്ങൾ ഈ വെള്ളത്തോടൊപ്പം അങ്ങോട്ട് ഇടിച്ചു പൊളിച്ച് കളഞ്ഞു പോകൂ, എന്നിട്ട് നിങ്ങൾ ഒന്നാകൂ. ഇങ്ങനെ ഒരു സന്ദേശമാണ് സത്യത്തിൽ ഇത് നൽകിയത്. എന്നിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു. ആ ചെയ്തു പോയ ഓരോ കാര്യങ്ങൾ ഇന്നതൊക്കെ എന്ന് ഞാനിവിടെ ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നിങ്ങൾക്ക് വിട്ടുതരികയാണ്. അതിൽ ഏതെല്ലാം ആവശ്യമായിരുന്നു, ഏതെല്ലാം അനാവശ്യമായിരുന്നു എന്നത് ഒരല്പം നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒരാൾ ആ രൂപത്തിൽ സംസാരിക്കുമ്പോൾ ആദ്യം അവന് നേരെ വിരൽ ചൂണ്ടും. അവൻ സാമൂഹ്യ സൗഹാർദ്ദത്തിന്റെ ശത്രുവാണ്, അവൻ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ പ്രചാരകനാണ് എന്ന് പറയും. അങ്ങനെ പറയുമെന്ന് പേടിച്ചിട്ട് ഇത്തരത്തിൽ പറയപ്പെടേണ്ട വേദികളിൽ പറയേണ്ട ആളുകൾ മിണ്ടൂല്ല. ഇതാണ് സത്യത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പറയേണ്ട കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. വിദ്വേഷത്തിന്റെ പ്രചാരണമല്ല, സാമൂഹ്യ സൗഹാർദ്ദത്തെ തകർക്കുന്നതല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അതിർവരമ്പുകളാണ്. മതങ്ങൾ തന്നെയാണ്. ആ മതങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴുകിച്ചോർന്ന് ഒന്നാകുന്ന ഒരവസ്ഥ, അത് അങ്ങനെ ഒരു സംഗതി ഇല്ല. ഇസ്ലാം തന്നെയാണ്, ക്രൈസ്തവത തന്നെയാണ്. അത് തമ്മിൽ യോജിക്കില്ല. ജൂദായിസം വേറൊന്ന് തന്നെയാണ്. ഇത് രണ്ടുമായിട്ടും അത് യോജിക്കില്ല. ഇത് രണ്ടും അതുമായിട്ടും യോജിക്കില്ല. ഹൈന്ദവ മതം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അത് ഈ മൂന്നുമായിട്ടും യോജിക്കില്ല. ഈ മൂന്നും അതുമായിട്ട് യോജിക്കില്ല. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ മതങ്ങളെ, ആ മതത്തിന്റെ അതിർവരമ്പുകൾ തകർത്തിട്ട് ഒന്നായി പോകണം, ഇത് നിങ്ങൾ മറക്കണം എന്നാണ് പറയുന്നതെങ്കിൽ അത് ശരിയല്ല. അത് സാധ്യമല്ല. സാധ്യമല്ലാത്തതും ശരിയല്ലാത്തതുമായ ഒരു കാര്യം ആരൊക്കെയോ കണ്ണുരുട്ടുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ അതിനെ വിദ്വേഷപ്രചരണമായി ആരോപിക്കുന്നത് കൊണ്ടോ പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അപ്പൊ ആകെ കൂടെ നമുക്ക് ഈ പ്രളയം കൊണ്ടുവന്ന് തന്ന നമ്മുടെ മാനസികമായ പരിതോവസ്ഥയിൽ പ്രളയം കുത്തിവെച്ചിട്ടുള്ള ഒരു പുതിയ സന്ദേശം ഇതാണ്: നിങ്ങളെല്ലാം മറക്കുക, നിങ്ങൾ നിങ്ങളുടെ മതത്തെ മറക്കുക, നിങ്ങൾ നിങ്ങളുടെ ആദർശത്തെ മറക്കുക. എന്നിട്ട് അതൊക്കെ മറന്നു പോകുന്നതിനും അതിർവരമ്പുകൾ നിങ്ങൾ തട്ടിത്തകർക്കുന്നതിനും സാമൂഹ്യ സൗഹാർദ്ദം എന്നൊരു പേരും കൊടുക്കുക.
അത് ശരിയല്ല. ഇത് അള്ളാന്റെ പരീക്ഷണം വരുന്നതിന് കൂടുതൽ കാരണമായി തീരെ ചെയ്യുള്ളൂ. അങ്ങനെ അതിന് വിട്ട് പ്രവർത്തിച്ച പലതും പ്രവർത്തിച്ച ആളുകളൊക്കെ കരുതിയത് വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്ന, ഞങ്ങൾ ഏറ്റവും ഉദാത്തമായ ഉത്കൃഷ്ടമായ ഒരു പുണ്യകർമ്മമാണ് ചെയ്യുന്നത്, സേവനകർമ്മമാണ് ചെയ്യുന്നത്, പുണ്യകർമ്മമാണത് എന്നാണ് അവർ കരുതുന്നത്. സത്യത്തിൽ അതല്ല. എന്നാൽ കുറെ സേവനങ്ങളും പുണ്യകർമ്മങ്ങളെന്ന് പറയാവുന്നതുമായ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നല്ലതു തന്നെ. പക്ഷെ അതേ സന്ദർഭത്തിൽ ഗുരുതരമായ പിഴവുകൾ നമ്മുടെ വിശ്വാസത്തിലും മതത്തിലും വരുത്തുന്ന അതിരുവിട്ട കുറെ പ്രവർത്തനങ്ങൾ അത് മെല്ലെ ഈ സാമൂഹ്യ സൗഹാർദ്ദം എന്ന മനോഹരമായ ഈ നാമത്തിന്റെ കീഴിൽ ചെയ്തു പോയി. ഇത് വരുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അടിവര ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഖുർആനിലോ അതല്ലെങ്കിൽ ഹദീസിലോ വന്നിരിക്കുന്ന വചനങ്ങൾ, അതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രമാണരേഖ. ആ പ്രമാണരേഖകൾ മനസ്സിലാക്കുന്നിടത്തും അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നിടത്തും അവന് പാളിച്ച സംഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ആവർത്തിക്കേണ്ടത്, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തെ മുഴുവനായും, അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ മുഴുവനായും നിയന്ത്രിക്കേണ്ടത് അള്ളാഹുവിന്റെ വഹയാണ്, വിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ്, റസൂലുള്ളാന്റെ വചനങ്ങളാണ്. ഖുർആനിലെ ആയത്തുകളും റസൂലുള്ളാന്റെ വചനങ്ങളും അത് എന്താണ് അതിന്റെ ശരിയായ അർത്ഥം, എന്താണ് അതിന്റെ ശരിയായ വിവക്ഷ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ പ്രാവർത്തികമായി കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്നത് സ്വഹാബത്തിൽ നിന്നാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ടത്. കാരണം നമ്മുടെ ലക്ഷ്യം സ്വർഗ്ഗാണെങ്കിൽ സ്വർഗത്തിലേക്കുള്ള എല്ലാ വഴിയും അടച്ചു വച്ചിരിക്കുന്നു. ഇല്ലാ ത്വരീഖുൻ വാഹിദ് വഹുവ ത്വരീഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാന്റെ വഴിയിലൂടെ അല്ലാതെ സ്വർഗത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. റസൂലുള്ളാ എന്ന് പറയുന്ന അതിലേക്ക് നമുക്ക് എത്താനുള്ള പാലം സ്വഹാബികളാണ്. സ്വഹാബികൾ എന്ന് പറയുന്ന പാലത്തിലൂടെയല്ലാതെ റസൂലുള്ളാ എന്ന് പറയുന്ന ആ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് സ്വഹാബത്ത് എങ്ങനെ ഈ ആയത്തുകൾ മനസ്സിലാക്കി, എങ്ങനെ അതിനെ വ്യാഖ്യാനിച്ചു, എങ്ങനെ അവരവരുടെ ജീവിതത്തിൽ അതിനെ അവരെന്തു ചെയ്തു, പ്രയോഗവൽക്കരിച്ചു, ഇതൊന്നും മനസ്സിലാക്കി ആ അതിർവരമ്പ് പാലിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാത്തിടത്തോളം അള്ളാന്റെ കോപം വർദ്ധിക്കാനല്ലാതെ ചുരുങ്ങാൻ യാതൊരു സാഹചര്യമല്ല. ഇവിടെ മുസ്ലിങ്ങളായ ആളുകൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളുടെ അറിവില്ലായ്മയും അവർക്ക് ശരിയായ വിധത്തിൽ അത്തരം കാര്യങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുള്ള, ആർട്ടിക്കുലേറ്റ് ചെയ്യാനുള്ള കഴിവില്ലായ്മയും വല്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അത് പലപ്പോഴും എന്താകും, മുസ്ലിങ്ങളെയും ഇസ്ലാമിന്റെ പ്രമാണങ്ങളെയും മറ്റുള്ള ആളുകൾ തെറ്റിദ്ധരിക്കുവാനും ഇത് വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രമാണ്, ഇത് വിദ്വേഷമുണ്ടാക്കുന്നതാണ്, ഇത് പ്രായോഗികമല്ലാത്തതാണ് എന്നൊക്കെ ആരോപണം നടത്താനുള്ള പഴുതുകൾ അവർ നൽകുകയും ചെയ്യും. സത്യത്തിൽ ഖുർആൻ എ മുതൽ സെഡ് വരെ നിങ്ങൾ എടുത്തു നോക്കിയാൽ, ആദ്യന്തം നിങ്ങൾ പരിശോധിച്ചാൽ, സഹിഹായ ഹദീസുകൾ മുഴുവനും നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ, ആരോഗ്യകരമായ സാമൂഹ്യാന്തരീക്ഷത്തിന്, സാമൂഹ്യ സൗഹാർദ്ദത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ഒരു വചനം പോലും നമുക്ക് കാണാൻ സാധ്യമല്ല. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും അടങ്ങുന്ന ഒരു സമൂഹത്തിൽ, പല ജാതിക്കാരും പല മതക്കാരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളോ ഇസ്ലാമികമായ ജീവിതമോ ഒരു പ്രശ്നം സൃഷ്ടിക്കില്ല. ആരോഗ്യകരമായ സാമൂഹ്യ അന്തരീക്ഷം നിലനിൽക്കാവുന്ന കാര്യങ്ങളെ ഖുർആനിലും ഹദീസിലും ഉള്ളൂ. പക്ഷേ ഖുർആനിലെ ചില ആയത്തുകൾ ചിലർ പറയുമ്പോൾ, ഹദീസിലെ ചില വചനങ്ങൾ ചില ആളുകൾ വിശദീകരിക്കുമ്പോൾ അതിൽ ചില പഴുതിട്ട് കൊടുക്കും. ഖുർആനിനെയും ഹദീസിനെയും കുറ്റപ്പെടുത്താൻ, മുസ്ലിങ്ങൾ അധിക്ഷേപിക്കാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ആളുകൾക്ക് ഒരു പഴുതിട്ട് കൊടുക്കും. അവർ പറയും, കണ്ടോ അതങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഉദാഹരണമായി, യുദ്ധം എന്ന് പറയുന്നതും സമാധാനം എന്ന് പറയുന്നതും രണ്ടവസ്ഥയാണ്. യുദ്ധകാലഘട്ടത്തിൽ യുദ്ധാവസ്ഥ നിലനിൽക്കുമ്പോൾ, സ്റ്റേറ്റ് ഓഫ് വാർ, യുദ്ധം എന്ന് പറയുന്ന അവസ്ഥ നിലനിൽക്കുമ്പോൾ, ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായി, ഒരു സമൂഹം മറ്റൊരു സമൂഹവുമായി യുദ്ധത്തിലായിരിക്കുമ്പോൾ കൈക്കൊള്ളേണ്ട നടപടികളെ സംബന്ധിച്ച് ഖുർആനിൽ ഒരുപാട് ആയത്തുകളുണ്ട്. ആ ആയത്തുകൾ എടുത്തിട്ട്
യുദ്ധാവസ്ഥ നിലനിൽക്കാതെ സ്റ്റേറ്റ് ഓഫ് പീസ്, സമാധാന അന്തരീക്ഷത്തിൽ കഴിയുന്ന രണ്ട് രാജ്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് സമൂഹത്തിന്റെ ഇടയിൽ അവർക്കിടയിൽ ഇതാണ് നടപ്പിലാക്കേണ്ടത് എന്ന രൂപത്തിൽ അവിടെ പറഞ്ഞ ആയത്ത് ഇവിടത്തേക്ക് എടുത്തു വച്ചാൽ കാര്യം കുഴപ്പത്തിലായി. അങ്ങനെയുള്ള ആയത്തുകൾ എടുത്തു വെച്ചിട്ടുവാണെങ്കിൽ ചിലർക്ക് കോടതി പോകാം. അങ്ങനെ ഒരുപാട് കാലഘട്ടങ്ങളിൽ പല ഹൈക്കോടതികളിലും അങ്ങനെ ഖുർആനെതിരിൽ കേസൊക്കെ വന്നിട്ടുണ്ട്. അത് അസ്ഥാനത്ത് പ്രയോഗിച്ചത് കൊണ്ടാണ്, ശരിയായ അർത്ഥത്തിലല്ലാതെ അതിനെ മനസ്സിലാക്കിയത് കൊണ്ടാണ്, ശരിയായ വ്യാഖ്യാനത്തിലല്ലാതെ ശരിയായ രൂപത്തിലല്ലാതെ അത് പ്രയോഗവൽക്കരിച്ചത് കൊണ്ടാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോ ഇത് മനസ്സിലാക്കി നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു ഘട്ടത്തിൽ നമ്മുടെ അതിർവരമ്പുകൾ മനസ്സിലാക്കുകയും ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രമാണവാക്യങ്ങൾ ശരിയായ അർത്ഥത്തിലും വ്യാഖ്യാനത്തിലും പ്രയോഗരീതിയിലും ഉൾക്കൊള്ളുകയും ചെയ്യുകയല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. അത് നമ്മൾ ഉൾക്കൊള്ളാൻ ആ രൂപത്തിൽ സ്വഹാബത്ത് അതിനെ മനസ്സിലാക്കി വ്യാഖ്യാനിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന രീതി കാണിച്ചു തന്നത് അതേ രൂപത്തിൽ പിന്തുടർന്നാൽ ഒരാൾക്കും നമ്മളെ കുറ്റം പറയാനുണ്ടാവില്ല. ഒരു ഒറ്റ ഉദാഹരണം ഞാൻ പറയാം, അതോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയും ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിനൻ വലാ യഅകുൽ തആമക ഇല്ലാ തഖി. അതിന്റെ അർത്ഥം ശരിയായ രൂപത്തിലല്ലാതെ കണ്ട് പറഞ്ഞാൽ, കണ്ടോ ഇസ്ലാം അത്രയും കടുത്ത നിലപാടുള്ള, തീവ്രവാദപരമായ നിലപാടുള്ള ഒരു മോഡേൺ സൊസൈറ്റിയിൽ ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ കാടത്വവും കിരാതത്വവുമാണ് ഇസ്ലാമിൽ എന്നൊരാൾക്ക് വേണമെങ്കിൽ പറയാം. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എന്താ ഇതിന്റെ അർത്ഥം? ലാ തുസാഹിബ്, നീ സഹവസിക്കരുത്, ഇല്ലാ മുഅ്മിനൻ, ഒരു വിശ്വാസിയുടെ കൂടെയല്ലാതെ, വലാ യഅകുൽ, തിന്നരുത്, തആമക, നിന്റെ ഭക്ഷണത്തെ, ഇല്ലാ തഖി, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു മുത്തഖിയായ മനുഷ്യനല്ലാതെ. ഹദീസ് ഇമാം തുർമുദി ഉദ്ധരിച്ചതും സഹിഹായ ഹദീസുമാണ്. ഒരുപക്ഷെ അൽമൻഹൽ വെച്ചിട്ടോ അല്ലെങ്കിൽ മുഞ്ചിദ് വെച്ചിട്ടോ അല്ലെങ്കിൽ അതുപോലുള്ള ഡിക്ഷണറി വെച്ചിട്ടോ അർത്ഥം പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഈ രൂപത്തിൽ ഒരൊറ്റ വാക്ക് കേട്ടാൽ ഒരുപാട് പഴുതുകൾ അതിലുണ്ട്. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പ്രതിസ്ഥാനത്ത് നിർത്താൻ ഒരുപാട് പഴുത് അതിലുണ്ട്. പക്ഷെ വിഷയം എന്താ? ഒരു മുസ്ലിം അല്ലാത്ത ഒരാളോട് സഹവസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാം രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, സാധാരണഗതിയിൽ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, ഒരുമിച്ചൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹവർത്തിത്വം. ആ സഹവർത്തിത്വത്തിന്റെ കാര്യം ഇഷ്ടംപോലെ ആയത്തുകളിൽ ഹദീസുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ആരുമായിട്ടും അങ്ങനെയുള്ള ഭൗതികമായ നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമായ വിധത്തിൽ സഹവർത്തിത്വം ആകാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. സൂറത്ത് മുംതഹിനയിലുള്ള ആയത്ത് വളരെ ഇക്കാര്യം സുതരാം വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ എന്ന് തുടങ്ങുന്ന ആയത്തിൽ മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം നടത്തുകയും നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്കുന്നതിന് കൂട്ടുനിൽക്കുകയെങ്കിലും ചെയ്തിട്ടുള്ള ശത്രുക്കളുമായിട്ടല്ലാതെ, അവരെ കാര്യം വേറൊന്നാണ്, അവരും തമ്മിൽ ശത്രുത പ്രഖ്യാപിച്ചു ഒരു വേറെ അവസ്ഥയിലേക്ക് പോയി. അങ്ങനെയല്ലാത്ത ഉടമ്പടിയുള്ള, നിങ്ങളുമായി സമാധാനത്തിന്റെയും അതുപോലെ തന്നെ ശാന്തിയുടെയും അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഉടമ്പടിയുള്ള ആളുകളോട് അൻതബറൂഹും വതുഖ്സിതു ഇലൈഹിം, അവരോട് നന്മ ചെയ്തോളൂ, അവരോട് നിങ്ങൾ നീതിയിൽ വർത്തിച്ചോളൂ, നന്മ ചെയ്തോളൂ, അതിന് അല്ലാഹു വിലക്കുന്നില്ല. അപ്പൊ ഇത് പ്രശ്നം. ഈ ഹദീസിൽ റസൂലുള്ള പറയുന്നത് ഭൗതികമായ നമ്മുടെ ഈ ഭൂലോകത്തെ ജീവിതത്തിൽ ഭൗതികമായ കാര്യങ്ങളിൽ മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളുമായി ഉള്ള സഹവർത്തിത്വത്തെക്കുറിച്ചല്ല ഇത് പറയുന്നത്. ഇത് മറ്റൊരു ലെവലാണ്. മറ്റൊരു ലെവൽ എന്ന് പറഞ്ഞാൽ ഇന്റിമസിയെ കുറിച്ചാണ് ഈ ഹദീസിൽ പറയുന്നത്. ഇന്റിമസി എന്ന് പറഞ്ഞാൽ ഉള്ളു തുറന്ന് പൂർണ്ണമായി എല്ലാ കാര്യവും അങ്ങോട്ടും വിട്ടുകൊടുക്കുന്ന ആ ഇന്റിമസി ഉണ്ടല്ലോ,
അത് മറ്റൊരു ലെവലിനെ കുറിച്ച് റസൂലുള്ള സംസാരിക്കുന്നത് സാധാരണയുള്ള സാമൂഹ്യ ബന്ധങ്ങളിലേക്ക് അതിനെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടുവരുന്നതാണ് പ്രശ്നം. നിങ്ങൾ സുഹ്ബത്ത് കൊടുക്കുന്നു, മനസ്സു തുറന്നു കൊടുക്കുന്നു, നിങ്ങളുടെ സ്വകാര്യം അറിയിച്ചു കൊടുക്കുന്നു, നിങ്ങളും അയാളും തമ്മിൽ പൂർണ്ണമായി അങ്ങോട്ടും ഇങ്ങോട്ടും പൂർണ്ണമായി ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഇന്റിമസി നിങ്ങൾ ഒരു മുഅ്മിനിനോട് കാണിക്കാവൂ. അത് ഓരോരുത്തരുടെയും സൗകര്യമാണ്. മുഅ്മിനുകളെ സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവൻ അങ്ങനെയുള്ള ഒരാളെ തന്നെ അതിന് ഉൾക്കൊള്ളാനും പറ്റുള്ളൂ. അപ്പൊ ഇന്റിമസി നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള, മതത്തിന്റെയും ദുനിയാവിന്റെയും എല്ലാ കാര്യങ്ങളിലുമുള്ള പൂർണ്ണാർത്ഥത്തിലുള്ള ഇന്റിമസിക്ക് നിങ്ങൾക്കൊരു മുഅ്മിൻ മാത്രമേ സൂട്ടാവുകയുള്ളൂ. അടുത്തത് വലാ യഅകുൽ തുആമക ഇല്ലാ തഖി. നിന്റെ ഭക്ഷണം ഒരു മുത്തഖിയായ മനുഷ്യനല്ലാണ്ട് വേറൊരാളും കഴിക്കരുത് എന്ന് പറഞ്ഞാൽ മുസ്ലിമല്ലാത്ത, മുത്തഖിയല്ലാത്ത ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്നാണോ ഹദീസിന്റെ അർത്ഥം? അങ്ങനെയാണെങ്കിൽ നബിയോ സഹാബത്തോ മുസ്ലിങ്ങളല്ലാത്തവർക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ലേ? ഇഷ്ടം പോലെ കൊടുത്തിട്ടില്ലേ? പിന്നെന്താണ് അവിടെ മആലിമുസ് സുനനിൽ ഇമാം അബൂ സുലൈമാനുൽ ഖത്താബി റഹിമഹുല്ലാ അത് ശരിക്ക് വിശദീകരിക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ട് എന്റെ സൗകര്യത്തിന് വേണ്ടി വിശദീകരിച്ചതാണ് എന്ന് ചിലർക്ക് മനസ്സ് പറയുന്നുണ്ടാവും. അപ്പോ സുബൈർ ഇങ്ങനെ വല്ല അവസരത്തിനൊപ്പിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു തരാം, വേണ്ട, എന്റെ വാക്ക് വിട്ടിട്ട് അബൂ സുലൈമാനുൽ ഖത്താബി മആലിമുസ് സുനനിൽ ആ ഹദീസിന് കൊടുത്ത വ്യാഖ്യാനം നോക്കിക്കോളൂ. ആ വ്യാഖ്യാനത്തിൽ പറയുന്നത് മുത്വാഅമ, നിങ്ങൾ ഒരു മുസ്ലിം അല്ലാത്ത ആൾക്ക് ഭക്ഷണം കൊടുക്കുന്നതല്ല ഇവിടുത്തെ ചർച്ച. മുസ്ലിം അല്ലാത്ത ആൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്, ചില നേരത്ത് നിർബന്ധാകും, അതിൽ ആർക്കാ സംശയമുള്ളത്? അതല്ല റസൂലുള്ള പറയുന്നത്. റസൂലുള്ള ഇവിടെ ഇന്റിമസിയുടെ കാര്യമാണ് പറയുന്നത്. ഒരുമിച്ചിരുന്ന് ഒരൊറ്റ പാത്രത്തിൽ നിന്ന് ഒരേതോട് കൂടിയിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കലുണ്ട്, പൂർണ്ണമായ, അതോടുകൂടി അവരണ്ട് ഒന്നാകും. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഒരുമിച്ചിരുന്ന് നിങ്ങൾക്കറിയാലോ അത് എത്രത്തോളം, അങ്ങനെയുള്ള ആ ഒരുമിച്ചിരിക്കലാണ് പലപ്പോഴും പല സ്വകാര്യങ്ങളും പുറത്തു പോകല്. അതുകൊണ്ടാണ് വലിയ വലിയ ചില ഉദ്യോഗസ്ഥന്മാർ അവർക്ക് ചിലപ്പോൾ അവരുടെ സ്ഥാനം തെറിക്കേണ്ടി വരുന്നത്. ഞാൻ എന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല, അതൊക്കെ നിങ്ങൾ കേൾക്കുന്നതും വായിക്കണോ അറിയണമാണ്, ഞാൻ വിട്ട്. അങ്ങനെയുള്ളൊരു ഇരുത്തം ആരുമായിട്ടേ പറ്റുള്ളൂ? നമ്മളുമായിട്ട് യോജിക്കാത്ത, നമ്മളുമായി വിശ്വാസപരമായും ദീനിന്റെയും ദുനിയാവിന്റെയും എല്ലാ മേഖലകളിലും നമുക്ക് പൂർണ്ണമായി സ്യൂട്ടാകുന്ന അതൊരു മുത്തഖിയാണ്. ആ മുത്തഖിയോട് മാത്രമേ മുത്താഅമത്ത് പറ്റുള്ളൂ. ഭക്ഷണത്തിന്റെ കാര്യത്തിലുള്ള ഇന്റിമസി മുത്തഖിയോടായിരിക്കണം. ഉള്ളു തുറക്കുന്ന സഹവാസത്തിന്റെ ഇന്റിമസി അതൊരു മുഅ്മിനോടായിരിക്കണം. അപ്പൊ ഇന്റിമസി എന്ന ലെവലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന കാര്യം സാധാരണ സാമൂഹ്യമായ ബന്ധങ്ങൾ എന്ന് പറയുന്ന സാധാരണ കോമൺ ലെവലിലേക്ക് അതിനെ പിടിച്ചിറക്കി കൊണ്ടുവന്നുകാണ്ട് പറഞ്ഞാൽ ഇസ്ലാമും മുസ്ലിങ്ങളും പ്രതിസ്ഥാനത്തായിരിക്കും. ഇതാണ് കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഈ ഉദാഹരണത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, നമുക്കൊന്നേ വഴിയുള്ളൂ. അള്ളാന്റെ ശിക്ഷ, അള്ളാന്റെ പരീക്ഷണങ്ങൾ, അള്ളാന്റെ ശിക്ഷകൾ തടുക്കാൻ ശക്തി ഉപയോഗിച്ചിട്ട് കാര്യമല്ല. ആസൂത്രണത്തിന്റെ മികവ് കൊണ്ടോ നിർവഹണത്തിലുള്ള വൈദഗ്ധ്യം കൊണ്ടോ ഒന്നും അതിനെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കൂല. നിങ്ങളെല്ലാം കൂടെ മഴ പെയ്യുമ്പോൾ കൈ തലയിൽ വെച്ചതുകൊണ്ട് ആ മഴ നിൽക്കാൻ പോകുന്നില്ല. ഭൂമിയും ആകാശം കൂടി ഒന്നായിട്ട് അവസാനം ഉരുൾപൊട്ടി വരുന്നിടത്ത് നിങ്ങളെ എന്ത് ചെയ്തിട്ടും കാര്യമല്ല. ഒന്നിച്ച് നമുക്ക് അതിജയിക്കാം, ഒന്നിച്ച് നമുക്ക് ഒഴുകിപ്പോകാം എന്നല്ലാതെ അതിജയിക്കാനൊന്നും കഴിയില്ല. പിന്നെ എന്ത് സാധിക്കൂ? അത് അള്ളാന്റെ ശിക്ഷ തടുക്കാൻ അള്ളാഹുവിലേക്ക് മടങ്ങുകയും അവനോട് കരയുകയും അവനോട് പരീക്ഷിക്കല്ല റബ്ബേ എന്ന് പറയാനേ നിവൃത്തിയുള്ളൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് എന്തു വേണം? ചെയ്യാവുന്നതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ വേർതിരിക്കാൻ പറ്റണം. അത് വേർതിരിക്കണമെങ്കിൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. അത് നമുക്ക് തോന്നിയ പോലെ, വേറുള്ളവർ വ്യാഖ്യാനിക്കുന്ന പോലെ, മുറിവൈദ്യന്മാര് അതിനെ വിശദീകരിക്കുന്ന പോലെ അല്ല. അലാ ഫഹ്മി റസൂലില്ലാ വസഹാബത്തിഹിൽ കിറാം അജ്മഈൻ. റസൂലുള്ള അത് മനസ്സിലാക്കി അത് സഹാബത്തിന് പറഞ്ഞു കൊടുത്തതുപോലെ, സഹാബത്ത് അത് മനസ്സിലാക്കി അവരത് വ്യാഖ്യാനിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു തരികയും ചെയ്തതുപോലെ തന്നെ ആയിരിക്കണം. ഈ അടിസ്ഥാന തത്വത്തിലേക്ക്, മൻഹജിന്റെ ഈ ബാലപാഠത്തിലേക്ക് വീണ്ടും വരണം.
അതേ നമുക്ക് വഴിയുള്ളൂ എന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.